അതെ, ഈ ചില നേരത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കണം എന്നൊക്കെ ഒരു തോന്നൽ വരും. പക്ഷെ ആ സമയത്ത് നമ്മൾ ഒരുപാട് ലൈറ്റ് ആയിട്ടുള്ള സാധനം പാടില്ല, എന്നാലോ ഭയങ്കര ഹെവി ആവാനും പാടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടോ. എന്തായാലും നിങ്ങൾ വന്നെത്തിയത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്താ. കാരണം അതിന് പറ്റിയൊരു സാധനം എന്താന്ന് ചേട്ടൻ കാണിച്ചു തരാം. സോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ സാൻഡ്വിച്ചാണ്, സിമ്പിൾ സാൻഡ്വിച്ചാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് 400 ഗ്രാം ചിക്കൻ, ലേശം ഉപ്പും മഞ്ഞളും 1 ടീസ്പൂൺ വെച്ചിട്ടിട്ട് 1 വിസിൽ അടിക്കാൻ വെക്കുന്നത്. അപ്പോൾ ആ മീൻ വാൽ നമ്മൾ കുറച്ച് ഉള്ളിയും പിന്നെ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. അപ്പോൾ ചിക്കൻ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ആവിയൊക്കെ ഒന്ന് ഫുള്ളായിട്ട് എസ്കേപ്പ് ആവണം. അപ്പോൾ എസ്കേപ്പ് ആവുന്ന സമയത്ത് നമുക്ക് ഈ സാൻഡ്വിച്ചിലേക്കുള്ള മസാലകൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ചൂടാക്കാൻ ഒരു പാൻ അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് അതിലേക്ക് ലേശം എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പ്രാവശ്യം ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടുക. നിങ്ങൾക്ക് അത് ചതയ്ക്കാനുള്ള സമയമില്ലെങ്കിൽ പേസ്റ്റ് പിടിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ അരിഞ്ഞ ഈ സവാള, ഒരു 3 സവാളകൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതെടുത്ത് പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ വഴട്ടുമ്പോൾ ശ്രദ്ധിക്കണം കരിഞ്ഞു പോകാണ്ടിരിക്കാൻ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് തീ കുറച്ച് വെച്ച് വഴറ്റുക, അല്ലെങ്കിൽ മസാലകൾ കരിഞ്ഞു പോവും, ടേസ്റ്റ് നന്നാവില്ല. എണ്ണ കുറവാണെങ്കിൽ ലേശം എണ്ണയും കൂടി ഒഴിച്ച് ചേർക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി അതങ്ങോട്ട് സെറ്റാവുമ്പോൾ അതിലേക്ക് ഈ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ശരിയാക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലത്തെ ആവിക്ക് പോയിട്ട് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. അത് നമുക്ക് തുറന്നു നോക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, വെറും മഞ്ഞളും പോയിട്ടുള്ള ചിക്കനാ. പക്ഷേ ഇതിന് ആ മസാലയ്ക്ക് ഇടുമ്പോൾ സാധനം കൂടി. അപ്പോൾ ചിക്കൻ ഷ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർക്കൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ പരാജയപ്പെട്ടെന്ന് മനസ്സിലാക്കി അത് മാറ്റി വെച്ചിട്ട് നമ്മൾ മാൻ പവർ ഉപയോഗിച്ചു, ദാറ്റ് ഈസ് കൈ ഉപയോഗിച്ച് അതിനങ്ങോട്ട് നന്നായിട്ട് ഷ്രെഡ് ചെയ്ത് ആ ചിക്കനൊക്കെ എടുത്ത് നമ്മൾ ഈ മസാല കൂട്ടിൻ്റെ അകത്തേക്ക് ആക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പദം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുക്കറിൽ ഇതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, ആ സ്റ്റോക്ക് എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് അങ്ങനെ ഒഴിക്കരുത്, അത് വല്ലാണ്ട് ഫ്ലഡായിട്ട് അതങ്ങനെ അത് വലിയ സമയമെടുക്കും. കുറേശ്ശെ ഒരു 2-3 തവണയായിട്ട് അത് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ആ സത്തൊക്കെ അതിലേക്ക് ചേരുന്ന രീതിയിലേക്ക് അങ്ങോട്ട് എടുത്തു കൊടുക്കുക. കണ്ടാ, നല്ല ജ്യൂസി ആയിട്ട് വരും. ലാസ്റ്റ് ഇതിനെ 1 ടീസ്പൂൺ ഗരം മസാല അങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കുക, സെറ്റാവും. അപ്പോൾ ഈ ചിക്കനും മസാലയൊക്കെ ആയിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കറക്റ്റ് ആയിട്ടുണ്ട്, ഒക്കെ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാലാണ് ഇതിലേക്കുള്ള മറ്റു സാധനങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് റെഡിയാക്കാൻ പറ്റും. മീൻ വാൽ നമുക്ക് ബ്രെഡ് റെഡിയാക്കാം. ബ്രെഡ് റെഡിയാക്കുന്ന സമയത്തും ഈ സാൻഡ്വിച്ചിന്റെ ഈ സാധനങ്ങൾ തണുക്കുന്ന സമയത്തും ആ താഴെയുള്ള ബട്ടൺസില്ലേ, ലൈക്ക്, സബ്സ്ക്രൈബ് എന്നുള്ളത്, അതൊക്കെ ഒന്ന് ഞെക്കി കൊടുക്കാം, വലിയ പോരാ. അപ്പോൾ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിനെ മേളിൽ നന്നായിട്ട് ബട്ടറൊക്കെ തേച്ച് സെറ്റാക്കിയതിന് ശേഷം അതങ്ങ് മാറ്റി വയ്ക്കുക. ഇതിന് തണുത്ത മസാല ഇട്ടല്ലോ, അതായത് തണുത്ത് കിട്ടിയ മസാല, അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കെച്ചപ്പും ഒരു 2 ടേബിൾ സ്പൂൺ ആദ്യം ഇട്ട് നോക്കുക. എന്നിട്ട് മതിയായാലും നമുക്ക് പിന്നെയും ഇടാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മയണൈസ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതുകൊണ്ട് സെറ്റായില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി മയണൈസ് അങ്ങോട്ട് ഞെക്കി കൊടുക്കുക അതിൻ്റെ അകത്തേക്ക്. ഓക്കെ, എന്നിട്ട് അതിനെ എടുത്ത് ഇളക്കി സെറ്റ് ചെയ്തിട്ട് അതിനങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് അത് ശരിയാക്കിയതിന് ശേഷം ഈ 2 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ നടുവിലേക്ക് അത്യാവശ്യം മസാല ഇട്ടിട്ട്, ജനറസ് ആയിട്ട് മസാല ഇട്ടിട്ട് ഒരു ചീസ് സ്ലൈസ് വെച്ച് സീൽ ചെയ്ത് ഒരു ചൂട് തവ അതിന് മേളിലേക്ക് ഈ സാൻഡ്വിച്ച് അങ്ങോട്ട് വെക്കുക. ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. ഒന്ന് ഗ്രില്ല് ചെയ്യുമ്പോൾ ചീസൊക്കെ അങ്ങോട്ട് മെൽട്ടായിട്ട് ആ പുറമേക്കുള്ള ബ്രെഡൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് അങ്ങോട്ട് വരും. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം മെൽട്ടായിട്ടുണ്ടാവും. ഇനി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. So good. I mean, ആ ചെറിയ ആ കെച്ചപ്പിൻ്റെ ടാങ്കിനെസ്സും മയണൈസിൻ്റെ ആ തിക്നെസ്സും പിന്നെ ആ ചീസിൻ്റെ ആ ഒരു റിച്ച്നെസ്സും എല്ലാം കൂടി ചേർന്നിട്ട്, ആൻഡ് ഓഫ് കോഴ്സ് ചിക്കൻ, അതിനെ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, എല്ലാം കൂടി ചേർന്നിട്ട് ഒരു അടിപൊളി സംഭവമായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇറ്റ്സ് വെരി ഈസി. ഇപ്പം ഞാനിപ്പോൾ ചെയ്തു തുടങ്ങിയിട്ട് എനിക്ക് ഏകദേശം ഒരു 1 hourൻ്റെ ഉള്ളിൽ സാധനം റെഡി ആയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന്, പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് പിന്നെ 1 hour ഉണ്ടാവുക. ബട്ട് എനിവേ ഒരു 1 hourൻ്റെ ഉള്ളിൽ കാര്യം റെഡി ഉണ്ട്. അപ്പോൾ
ഇനിയും കൂടുതൽ റെസിപ്പീസായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കണ്ടുകൂട്ടാം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അടുത്തതായിട്ട് ഞാൻ എന്തുണ്ടാക്കണം എന്നുള്ളതും നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ അതും അവിടെ രേഖപ്പെടുത്തുക. ഓക്കെ, സോ ഗുഡ് ബൈ. ഞാനിത് എൻജോയ് ചെയ്യട്ടെ.